നമസ്കാരം, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളം ടെക്. ഇന്ന് നമ്മൾ ചാനലിൽ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ബ്ലൗപങ്ക്തിൻ്റെ SBW100 എന്ന് പറയുന്ന ഒരു സൗണ്ട് ബാർ യൂണിറ്റ് ആണ്. ഇതൊരു സബ് വൂഫർ പ്ലസ് സൗണ്ട് ബാർ യൂണിറ്റ് ആണ്. വൈഡ് സബ് വൂഫറാണ് ഈ പ്രോഡക്റ്റിൽ വരുന്നത്. 120 വാട്ട്സ് പവർ റേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ പ്രോഡക്റ്റ് ആദ്യം തന്നെ അൺബോക്സ് ചെയ്ത് തുടങ്ങാം. അതിനുശേഷം ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ടെസ്റ്റും ഇതിൻ്റെ പ്രോസ് ആൻഡ് കോൺസും എല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. നമുക്ക് പ്രോഡക്റ്റ് ബോക്സ് ഒന്ന് നോക്കാം. ഇവിടെ ബ്ലൗപങ്ക്തിൻ്റെ ബ്രാൻഡിങ് ഉണ്ട്. പിന്നെ ഇവിടെ 2.1 വയേർഡ് സൗണ്ട് ബാർ എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നുള്ളത് ഇതിൻ്റെ ഇൻപുട്ട് മോഡ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ബ്ലൂടൂത്ത്, USB, ഓക്സിലറി ഇൻപുട്ട്, ഡിജിറ്റൽ ഒപ്റ്റിക്കൽ ഇൻപുട്ട്, അത്രയും സംഭവങ്ങൾ അവിടെ നൽകിയിട്ടുണ്ട്. പിന്നുള്ളത് 120 വാട്ട്സ് പവർ ഡെലിവറിയാണ് ഇതിലുള്ളത്. സൈഡ് ഫയറിംഗ് സബ് വൂഫറാണ് നൽകിയിരിക്കുന്നത്. സ്പെഷ്യൽ ഈക്വലൈസർ ഒക്കെ ഉണ്ട് ഇതിൽ തന്നെ. പിന്നെ ബ്ലൂടൂത്ത് സ്ട്രീമിംഗ് ഫെസിലിറ്റി ഉണ്ട്. LED ഡിസ്പ്ലേ ആണ്. ഇവിടെ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ജർമ്മനി എന്ന് എഴുതിയിട്ടുണ്ട് സിൻസ് 1923. കഴിഞ്ഞ പ്രാവശ്യത്തെ ബ്ലൗപങ്ക്തിൻ്റെ ഒരു ട്രൂലി വയർലെസ് ഹെഡ്ഫോൺ റിവ്യൂ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, നമ്മൾ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ജർമ്മൻ ബ്രാൻഡാണ് എന്നുള്ള കാര്യം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ പ്രോഡക്റ്റ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഈ ബോക്സ് തുറന്ന് നോക്കിയിട്ട് ഇതിൽ എന്തൊക്കെയാണുള്ളതെന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ഇതിനകത്ത് നൽകിയേക്കുന്നത് സൗണ്ട് ബാറാണ്. നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. നല്ല വെയിറ്റ് എന്ന് പറഞ്ഞാൽ അധികം വെയിറ്റ് എന്നല്ല ഉദ്ദേശിച്ചത്, ഒരു പ്രീമിയം ഫീൽ തരുന്ന പോലെ വെയിറ്റ് ഉണ്ട്. നമുക്ക് റാപ്പെല്ലാം പൊളിച്ച് കളയാം. കണ്ടോ, പുറകിലത്തെ സൈഡിൽ നോക്കുകയാണെങ്കിൽ 2 മൗണ്ട് ഉണ്ട്. നമുക്ക് ആണിയിലൊക്കെ തൂക്കിയിടണം എന്നുണ്ടെങ്കിൽ ഇത് ഇടാൻ സാധിക്കും. സ്പെസിഫിക്കേഷൻ ചെറുതായിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് ഇൻപുട്ട് ഓപ്ഷൻസ് വരുന്നത്. അതിനകത്ത് ഒപ്റ്റിക്കൽ ഇൻപുട്ടിൻ്റെ പോർട്ടാണിത്. ഇത് ലൈൻ ഇന്നുള്ള പോർട്ടാണ്. സബ് വൂഫറിലേക്കുള്ള ഔട്ട്പുട്ടാണ്. പിന്നെ ഉള്ളത് നമ്മുടെ പവർ കോഡാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് സൗണ്ട് ബാർ യൂണിറ്റിലുള്ളത്. ഇത് നമുക്കിവിടെ പ്ലേസ് ചെയ്യാം. ഇനിയിപ്പോൾ ഈ ബോക്സിൽ എന്താണുള്ളതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, പിന്നെ ഇതിനകത്തുള്ളത് ഇതിൻ്റെ റിമോട്ടും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് അതുകൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതെല്ലാം സെപ്പറേറ്റ് കവറിലൊന്നും അല്ല ഇട്ടേക്കുന്നത്, എല്ലാം റാപ്പ് ചെയ്ത് ആണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലൊരു 3.5 mm ടു RCA കേബിളാണ് നൽകിയേക്കുന്നത്. കേബിൾ വെച്ച് കണക്ട് ചെയ്തിട്ട് ഇതിലേക്ക് 3.5 mm ജാക്ക് വഴിയാണ് ലൈനിൻ ഇൻപുട്ട് കൊടുക്കുന്നത്. പിന്നെ ഉള്ളത് ഒരു ഓക്സിലറി കേബിളാണ്. ഹെഡ്ഫോൺ ജാക്കുള്ള ഏതെങ്കിലും ഡിവൈസാണ് കണക്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വെച്ച് കണക്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ ഉള്ളത് ഇതിൻ്റെ റിമോട്ട് കൺട്രോളാണ്. അത്യാവശ്യം നല്ല ലുക്കുണ്ട് കേട്ടോ. ഇൻ ഹാൻഡ് ഫീൽ എന്ന് പറയുന്നത് നല്ല രസമാണ്. ബട്ടൺസ് അത്ര ക്ലിക്കിയല്ല, സ്മൂത്ത് ആയിട്ടുള്ള ഫീലാണ്. ഇതിൽ കണ്ട ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ T-T+ എന്ന് കണ്ടോ, ഇവിടെ B-B+. നിങ്ങൾക്ക് റിമോട്ട് യൂസ് ചെയ്ത് തന്നെ ഇതിൻ്റെ ട്രെബിളും ബേസും കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അത് വളരെ മികച്ചൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതിൽ പവർ ബട്ടൺ ഉണ്ട്, റീസെറ്റ് ബട്ടൺ ഉണ്ട്, പിന്നെ നമുക്ക് ഇൻപുട്ട് മോഡ് ചേഞ്ച് ചെയ്യാം. പിന്നെ വോളിയം ഡൗൺ, വോളിയം അപ്പ് ഉണ്ട്, മ്യൂട്ട് ബട്ടൺ ഉണ്ട്. അത് നടുക്കാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഈക്വലൈസേഴ്സ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ട്രാക്ക് സ്കിപ്പ് ചെയ്യാനുള്ള ബട്ടൺസ് ഉണ്ട്. പ്ലേ, പോസ്, സ്റ്റോപ്പ് ഉണ്ട്. പിന്നെ ബ്ലൂടൂത്ത് പെയർ ചെയ്യാനുള്ളൊരു ബട്ടണുണ്ട്. താഴെ നോക്കുകയാണെങ്കിൽ ബ്ലൗപങ്ക്തിൻ്റെ ഒരു ബ്രാൻഡിങ് ഉണ്ട്. ഈ റിമോട്ടിൽ ഓൾറെഡി ബാറ്ററി ഒക്കെ ഇട്ടാണ് വന്നിരിക്കുന്നത്. AAA സൈസിൻ്റെ 2 ബാറ്ററിയാണ്. സാറിന് നമ്മൾ പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്യുമ്പം ബാറ്ററി സെപ്പറേറ്റ് കവറിലാണ് ഇരിക്കാറ്. ഇതിൽ പ്ലേസ് ചെയ്താണ് വന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് റിമോട്ട് മാറ്റി വെക്കാം. ഇനിയുള്ളത് ഇതിൻ്റെ ഒരു യൂസർ മാനുവലാണ്. ഇൻസ്ട്രക്ഷൻസ് എല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി സബ് വൂഫർ യൂണിറ്റും കൂടെ എടുത്ത് പുറത്ത് വെക്കാം. ഇതാണ് ഇതിൻ്റെ സബ് വൂഫർ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ സാധനങ്ങളാണ് ഈ പ്രോഡക്റ്റ് ബോക്സിലുണ്ടായിരുന്നത്. മെയിനായിട്ടുള്ള ഒരു സബ് വൂഫർ യൂണിറ്റാണ്. ഇതാണ് ഇതിൻ്റെ സംഭവങ്ങളെല്ലാം ചെയ്യുന്നത്. ഇൻപുട്ടും സംഭവങ്ങളും പവറും എല്ലാം ഇതിൽ തന്നെയാണ്. ഇതിൽ നിന്ന് ജസ്റ്റ് ഒരു കണക്ഷൻ മാത്രമേ ഉള്ളൂ ഈ സബ് വൂഫർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ പ്രോഡക്റ്റ് ബോക്സിലുള്ളത്. അപ്പോൾ നമുക്ക് ഈ പ്രോഡക്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് ആദ്യം ടെസ്റ്റ് ചെയ്യാം. Take my eyes open to force reality. Why can't you just let me eat my weight in glee? ഈ പ്രോഡക്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല അടിപൊളി ലുക്ക് തരുന്നൊരു പ്രോഡക്റ്റാണ്. നല്ല ബ്യൂട്ടിഫുൾ ഡിസൈനാണ് ഇവരിതിന് നൽകിയിരിക്കുന്നത്. നിങ്ങൾക്കിത് വാൾ മൗണ്ട് ചെയ്യാനോ അല്ലെങ്കിൽ ടേബിൾ ടോപ്പായിട്ട് യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സൗണ്ട് ബാർ എന്ന് പറയുന്നത് അല്പം ലെങ്ത് കൂടുതലാണ്.
സാധാരണ നമ്മൾ കണ്ടുവന്നിട്ടുള്ള സബ് വൂഫർ യൂണിറ്റ് പോലെ അത്ര ഫാറ്റി ഡിസൈൻ ഒന്നുമല്ല, ഇച്ചിരി സ്ലിം ആണ്. സൈഡ് ഫയറിംഗ് സബ് വൂഫറാണ്, അതായത് നിങ്ങൾക്ക് ഇത് നിലത്ത് വെക്കണമെന്നില്ല, ടേബിൾ ടോപ്പിലെല്ലാം വെച്ചാലും നല്ല ബേസ് ഇതിൽ നിന്ന് കിട്ടും. ഇതിപ്പോൾ ഒരാഴ്ചയോളമായി ഞാൻ യൂസ് ചെയ്യുന്നു. എനിക്ക് യൂസ് ചെയ്തതിൽ തോന്നിയത് ഇത് ബെസ്റ്റ് യൂസ് കേസ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ടി വിയുടെ കൂടെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഗെയിം കളിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ കൂടെ കണക്ട് ചെയ്യാം. ഒരു സ്റ്റാൻഡ് അലോൺ മ്യൂസിക് പ്ലെയർ പോലെയും യൂസ് ചെയ്യാം. ഇതിൽ ബ്ലൂടൂത്ത് ഫംഗ്ഷനാലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഓക്സിലറി ഇൻപുട്ട് ഉണ്ട്. ഇതിൻ്റെ ഇൻപുട്ട് മോഡുകളെ പറ്റി പറയുകയാണെങ്കിൽ 4 ഇൻപുട്ട്സ് ആണ് ഇതിനുള്ളത്. അതിലൊന്ന് USB, നിങ്ങൾക്ക് USB ഡയറക്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ ചെയ്ത് മ്യൂസിക് എൻജോയ് ചെയ്യാം. പിന്നെ ഉള്ളത് ഒപ്റ്റിക്കൽ ഇൻപുട്ടാണ്. നിങ്ങളുടെ ടി വിയിലൊക്കെ ഒപ്റ്റിക്കൽ ഔട്ട്പുട്ട് പോർട്ട് ഉണ്ടെങ്കിൽ ഒപ്റ്റിക്കൽ കേബിൾ വെച്ച് നിങ്ങൾക്ക് അത് കണക്ട് ചെയ്ത് ഉപയോഗിക്കാം. പിന്നെ ഉള്ളത് ലൈൻ ഇൻ ആണ്, അതായത് നിങ്ങൾക്ക് 3.5 mm അല്ലെങ്കിൽ RCA പോർട്ടിൽ നിന്ന് നിങ്ങൾക്ക് കണക്ഷൻ ഇതിലേക്ക് കണക്ട് ചെയ്യാം. പിന്നെ ഉള്ളത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയാണ്. ഇതിൻ്റെ ഓവറോൾ സൗണ്ട് ക്വാളിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ നല്ല റിച്ച് സൗണ്ടാണ്, നല്ല ക്രിസ്റ്റൽ ക്ലിയർ എന്ന് തന്നെ പറയാം. നമുക്ക് നല്ല രസമാണ് ഇതിലെ മ്യൂസിക്കൊക്കെ എൻജോയ് ചെയ്യാനായിട്ട്. മ്യൂസിക്കിന് നല്ല ഡെപ്ത് തോന്നും. എന്നാൽ ഇത് ബേസ് വളരെയധികം ബൂസ്റ്റ് ചെയ്യുമോ അങ്ങനെയൊന്നുമില്ല, എല്ലാം നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സൗണ്ടാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല അടിപൊളി ക്വാളിറ്റിയാണ് ഈ ഡിവൈസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ബേസ് എന്ന് പറയുന്നത് നല്ല റിച്ചാണ്, ഭയങ്കര പഞ്ചി ബേസ് ആണെന്നല്ല ഞാൻ പറഞ്ഞത്, നല്ല ക്വാളിറ്റിയാണ്. എന്ന് വെച്ചാൽ രണ്ടും തമ്മിൽ ഒരു ബാലൻസ്ഡ് ഓഡിയോ ആണ് നൽകുന്നത്. പിന്നെ സൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം നല്ല ക്ലിയർ ആണ്, നമുക്ക് കറക്റ്റായിട്ട് സൗണ്ട് എൻജോയ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ കൂടെ അവർ നൽകിയിരിക്കുന്ന റിമോട്ട് എന്ന് പറയുന്നത് നല്ല ഒരു പ്രീമിയം ഫീൽ തരുന്ന റിമോട്ടാണ്. ഇതിൽ ധാരാളം കൺട്രോൾസ് ഉണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. നിങ്ങൾക്ക് ബേസും ട്രിബിളും റിമോട്ടിൽ നിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് തന്നെ ഒരു ഉഗ്രൻ കാര്യമാണ്. പിന്നെ ഇതിൽ LED ഡിസ്പ്ലേ എന്നായിരുന്നു ഇതിൻ്റെ ബോക്സിൽ എഴുതിയിരുന്നത്. എന്നാലും LED ഡിസ്പ്ലേ അല്ല, ഒരു LED ഇൻഡിക്കേറ്റർ എന്ന് വേണേൽ നമുക്ക് അതിനെ വിളിക്കാം. ഒരു സിംഗിൾ LED ബൾബാണ് ഈ യൂണിറ്റിൻ്റെ സൗണ്ട് ബാറിൻ്റെ അകത്ത് നൽകിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലൈറ്റിൻ്റെ കളർ അനുസരിച്ച് നമുക്ക് ഏത് ഇൻപുട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഇതിൽ പ്രിസെറ്റ് ഈക്വലൈസേഴ്സ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് മ്യൂസിക്, മൂവി, ന്യൂസ് അല്ലെങ്കിൽ 3D എന്ന് പറയുന്ന 4 മോഡ്സ് ആണുള്ളത്. പ്രിസെറ്റ്സ് മാറുന്ന അനുസരിച്ച് ഇത് നിങ്ങളുടെ ഈക്വലൈസർ തനിയെ അഡ്ജസ്റ്റ് ചെയ്ത് തരും. അപ്പോൾ 3D ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു 3D സിനിമാറ്റിക് എക്സ്പീരിയൻസ് പോലത്തെ ഒരു ഓഡിയോ ഇതിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മീ പോലെയുള്ള ബ്രാൻഡുകളുടെ സൗണ്ട് ബാറുമായിട്ടാണ് ബ്ലോപങ്ക് കോമ്പറ്റീറ്റ് ചെയ്യുന്നത്. അത് നമ്മൾ നോക്കുകയാണെങ്കിൽ മീയുടെ സൗണ്ട് ബാറിന് ഒരു സബ് വൂഫർ യൂണിറ്റ് ഡെഡിക്കേറ്റഡ് ആയിട്ടില്ല. അപ്പോൾ ഞാൻ അത് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. പേഴ്സണലായിട്ട് വീട്ടിൽ യൂസ് ചെയ്തിട്ടില്ല, എന്നാൽ പോലും യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് അതും ഇതും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് ഭയങ്കര വാല്യൂ ഫോർ മണി പ്രോഡക്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഇതിൽ തോന്നിയ കുറച്ച് നെഗറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തേത് ഇതിൽ HDMI ഇൻപുട്ട് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഒരിക്കലും അങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇത്രയധികം ഇൻപുട്സ് ഓൾറെഡി ഉണ്ട്. HDMI കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ആഡഡ് ഫംഗ്ഷനാലിറ്റി ആയിരുന്നു. നമുക്ക് TV ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് പവർ ഓൺ ചെയ്യാനും TV ഓൺ ആകുന്നതിന് കൂടെ ഓൺ ചെയ്യാനും ഒക്കെ ഉള്ള ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ബ്ലോപങ്ക് ടീമുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ അവർ നമ്മളോട് പറഞ്ഞത് HDMI ഉള്ള മോഡൽ ഉടനെ തന്നെ പുറത്തു വരുമെന്നാണ്. ഒക്ടോബർ 2019 അവർ ലോഞ്ച് ചെയ്യുമെന്നാണ് നമ്മളോട് നിലവിൽ പറഞ്ഞേക്കുന്നത്. അപ്പോൾ HDMI ഉള്ള ഒരു ഡിവൈസാണ് നിങ്ങൾ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഡിവൈസ് പക്കായാണ്. പിന്നെ ഒരു പ്രശ്നം തോന്നിയത് ഇതിൽ FM റേഡിയോ ഇല്ല എന്നുള്ളതാണ്. ആക്ച്വലി FM റേഡിയോ നിങ്ങൾ എത്ര പേര് യൂസ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഞാൻ നേരത്തെ മേടിച്ചൊരു പാനസോണിക് 2.1 സ്പീക്കർ ഉണ്ടായിരുന്നു, അതിൽ FM ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഞാനത് റിവ്യൂ ചെയ്യാൻ നേരത്തെ ടെസ്റ്റ് ചെയ്യാനെന്നുള്ളതല്ലാതെ പിന്നെ ഞാൻ അത് യൂസ് ചെയ്തിട്ടേ ഇല്ല. പിന്നെ മറ്റൊരു നെഗറ്റീവായിട്ട് തോന്നിയത് LED ഡിസ്പ്ലേ ഇല്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് സൗണ്ട് ലെവൽ എത്രയിലാണ് വോളിയം കിടക്കുന്നതെന്നൊന്നും അറിയാൻ പറ്റത്തില്ല. നിങ്ങൾ റിമോട്ടിൽ വോളിയം അപ്പ് ഓർ വോളിയം ഡൗൺ ചെയ്യുമ്പം ആ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യും, എന്നിട്ട് ഫുൾ വോളിയം ആകുമ്പോൾ ബ്ലിങ്ക് ചെയ്ത് നിൽക്കും. അങ്ങനെ ഉള്ളൂ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, അല്ലാതെ ഡയറക്റ്റായിട്ടൊരു ഇൻഡിക്കേഷൻ ഒന്നുമില്ല. ഈ പ്രോഡക്റ്റിൻ്റെ യൂഷ്വൽ പ്രൈസ് എന്ന് പറയുന്നത് 6499 രൂപയാണ്. എന്നാൽ ഇപ്പോൾ ആമസോണിൽ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ നടപ്പുണ്ട്. അപ്പോൾ ഇതിന് നല്ല ഡിസ്കൗണ്ടഡ് റേറ്റിലാണ് ഇപ്പോൾ അവർ സെല് ചെയ്യുന്നത്. 3999 രൂപയാണ് നിലവിലത്തെ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മേടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട്, അവിടെ കൂടെ കയറി നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. നല്ല കിടിലൻ പ്രോഡക്റ്റ് എന്ന് തന്നെ പറയാം, ഒരു വാല്യൂ ഫോർ മണി പ്രോഡക്റ്റ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയും പവറുള്ള അല്ലെങ്കിൽ ഇത്രയും സ്പെസിഫിക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന മൾട്ടിപ്പിൾ ഇൻപുട്സ് ഉള്ള ഒരു വേറെ സൗണ്ട് ബാർ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണിത്. കൂടാതെ ഇതിന് 1 ഇയർ വാറണ്ടിയാണ് ഇവർ നൽകുന്നത്. 1 ഇയറിനുള്ളിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് വരികയാണെങ്കിൽ, എക്സെപ്റ്റ് ഫിസിക്കൽ ഡാമേജ്, അതൊഴിച്ച് എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ യൂണിറ്റോടെ റീപ്ലേസ് ചെയ്ത് തരും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ പ്രോഡക്റ്റിനെ പറ്റി നിങ്ങളുമായിട്ട് എനിക്ക് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മലയാളം ടെക് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക, എങ്കിലേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ വീണ്ടും ഒരു ഉഗ്രൻ ടെക്നോളജി വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം. ഗുഡ് ബൈ.